ഹായ്, ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ ബ്രിട്ടീഷ് ക്വീൻ റോസാണ് കാണിച്ചു തരുന്നത്. എന്ത് ഭംഗിയാണല്ലേ ഇതിൽ നിറയെ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ. ഇതിലെ പൂക്കൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. തൊടുമ്പോൾ നല്ല പഞ്ഞിക്കട്ട പോണക്ക് സോഫ്റ്റായിട്ടുള്ള പെറ്റൽസാണ് ഇതിനുള്ളത്. ഇളം പിങ്കും വൈറ്റും കൂടെ ചേർന്നുള്ളൊരു നിറമാണ് ഇതിനുള്ളത്. വിരിഞ്ഞ് വരുമ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളറാണ്. അത് കംപ്ലീറ്റ് വിരിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് പോണക്ക് വൈറ്റ് ഷെയ്ഡിലേക്ക് മാറും. ഇതിൻ്റെ ഇലകൾ കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നല്ല കടും പച്ച നിറത്തിലാണ് ഇതിൻ്റെ ഇലകൾ. ഇങ്ങനെ ബഞ്ചായിട്ടും അല്ലാതെയും പൂക്കൾ ഉണ്ടാകുന്ന ഒരു റോസാണ് ഇത്. എല്ലാ ബ്രാഞ്ചിലും പൂക്കൾ ഉണ്ടാകും. ചട്ടിയിലും നിലത്തും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റോസാണ് ഇത്. ഈ പൂക്കൾ കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം പഞ്ഞിക്കട്ട പോണക്കാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പൂക്കൾ അങ്ങനെ വാടിപ്പോകാറില്ല. കുറേ ദിവസം ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ തന്നെ നിൽക്കും. ഇതൊക്കെ ഇതിൽ ആദ്യം വിരിഞ്ഞ പൂക്കളാണേ. ഇതൊക്കെ വാടാതെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇതിപ്പം വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ളത്. ഞാനിത് നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചൊരു റോസാണേ. ഇപ്പോൾ ഈ റോസ് നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. നിറയെ പൂക്കളും ഉണ്ടാകുന്നുണ്ട്. ഇതുവരെ ഈ ചെടികളിൽ കീടശല്യം ഒന്നും ഉണ്ടായിട്ടില്ല. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു മനോഹരമായിട്ടുള്ളൊരു റോസ് ചെടിയാണ് ഈ ബ്രിട്ടീഷ് ക്വീൻ റോസ്. അത്രയ്ക്ക് ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾക്ക്.